ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ ഫ്രണ്ട്സ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. മീൻ പൊരിക്കാൻ നേരത്തെ ഇതുപോലെ മസാലയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ ഫ്രൈ നമുക്ക് കിട്ടും കേട്ടോ. എന്നാൽ പിന്നെ നേരെ റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലയാണ് കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു ഇഞ്ചിയുടെ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ, അതും ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കറിവേപ്പിലയാണ്, കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഒരു 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ചധികം തന്നെ കായം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മസാലകളൊക്കെ അധികം ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് പെരുംജീരകമാണ്. 2 സ്പൂൺ പെരുംജീരകവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. ഇത് സാധാരണ മുളക് പൊടി തന്നെയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരി ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങയോ പിന്നെ തൈരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ കേട്ടോ. ഏത് മീനിലേക്ക് കായം തേക്കുകയാണെങ്കിലോ ഇത് ബെറ്റർ ആയിരിക്കും കേട്ടോ. ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ കായം തേക്കാൻ വെച്ചിട്ടുള്ള വാള മീൻ കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രഷായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് കായം തേക്കുന്നത് നോക്കാം. അപ്പോൾ ബാറ്റർ തേച്ച് പിടിപ്പിക്കാനായിട്ട് ഞാനിങ്ങനെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ അടിച്ചു വെച്ചിട്ടുള്ള ബാറ്ററൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 2-2.5 സ്പൂൺ കായമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ മീൻ കഷ്ണങ്ങളിലേക്കും കായം തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മീനിലേക്ക് നല്ലപോലെ കായം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി ഓരോന്നോരോന്നായിട്ട് കായം തേച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ കായം തേച്ച് വെക്കുന്ന മീൻ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറിനൊക്കെ ശേഷം മാത്രമേ പൊരിച്ചെടുക്കാവൂ കേട്ടോ. അപ്പോഴേക്കും നല്ലപോലെ ഉപ്പും പുളിയൊക്കെ അതിലേക്ക് പിടിക്കുള്ളൂ. അപ്പം എല്ലാ മീനിലും ഞാനിവിടെ നല്ലപോലെ കായം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഇതൊരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ പാനൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാത്രമൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി കായം തേച്ച് വെച്ചിട്ടുള്ള ഫിഷൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഫിഷ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ ഫിഷ് അടി പിടിക്കത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഞാനിതാ കായം തേച്ച് വെച്ചിട്ടുള്ള എല്ലാ മീനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഭാഗം നല്ലപോലെ വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പം മീനിൻ്റെ ഒരു ഭാഗം നല്ലപോലെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കായം തേക്കുന്ന സമയത്ത് പിന്നെ കുറച്ച് അരിപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടെ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കും കേട്ടോ. ഇത് മറിച്ചിടുന്ന സമയത്ത് പൊടിഞ്ഞു പോകുന്നത് കണ്ടില്ല. അപ്പോൾ ആ ഒരു പൊടിച്ചിൽ ഒഴിവാക്കണമെങ്കിൽ പിന്നെ അരിപ്പൊടി ചേർക്കുന്നത് നല്ലതാണ്. അപ്പം മീനെല്ലാം ഞാനിതാ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗം കൂടെ ഒന്ന് പൊരിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ഫിഷിൻ്റെ 2 ഭാഗവും ഇവിടെ നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള എല്ലാ മീനുകളും അതുപോലെ തന്നെ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ രീതിയിലൊന്ന് മസാല ഉണ്ടാക്കിയിട്ട് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മറക്കാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.